ഇപ്പോൾ കേരള സംസ്ഥാനത്ത് പിണറായി വിജയൻ സർക്കാരിനേറ്റ പരാജയം പോലെ ഒരു പരാജയമൊന്നും യോഗി ആദിത്യനാഥിന് ഉത്തർപ്രദേശിൽ ഏറ്റിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്കൊരു നിരീക്ഷണം നടത്താം. അവിടെ നഷ്ടപ്പെട്ടത് 29 സീറ്റുകളാണ്. വലിയ നഷ്ടമാണ്. BJP സംബന്ധിച്ച് BJPയുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് 6 പ്രധാനപ്പെട്ട ഉത്തർപ്രദേശിലെ മേഖലകളിൽ അവർക്ക് 8% വോട്ടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത് ചെറിയൊരു കണക്കല്ല. അത് നമ്മൾ നിയമസഭയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഭരണത്തെ തന്നെ കടപുഴക്കി എഴുതിയേക്കാം. സമാനമായ സാഹചര്യമാണ് കേരളത്തിൽ 111 ഇടങ്ങളിൽ കോൺഗ്രസിനാണ് ലീഡ് എന്നത് മറക്കണ്ട. 11 ഇടങ്ങളിൽ ലീഡ് BJPക്കാണ് എന്നതും നമ്മൾ മറക്കണ്ട. എന്ന് വെച്ചാൽ ഉത്തർപ്രദേശിൽ BJPക്കേറ്റ പരാജയം കേരളത്തിൽ CPMനേറ്റ പരാജയവുമായി താരതമ്യം ചെയ്താൽ ചെറുതാണ് എന്ന നിരീക്ഷണമാണ് BJP പ്രവർത്തകർ നടത്തുന്നത്. UPയിലെയും കേരളത്തിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തമ്മിലുള്ള സമീകരണത്തിന് ഇപ്പോൾ സാധ്യതയുണ്ടോ എനിക്കറിയില്ല. അങ്ങേക്ക് അത്തരമൊരു അഭിപ്രായം ഉണ്ടെങ്കിലാകാം. പക്ഷേ പ്രത്യേകത എന്താണ്? ഇനിയിപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ UPയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് അങ്ങ് ചില നിരീക്ഷണങ്ങൾ നടത്തി. ഇരിക്കട്ടെ, ഞാനതിനെ പൂർണ്ണമായി തള്ളിക്കളയുകയില്ല. പക്ഷെ പ്രത്യേകത എന്താണ്? കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രം, പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളുടെ പ്രത്യേകം എടുത്ത് പരിശോധിച്ചാൽ അതിൽ മഹാഭൂരിപക്ഷവും കോൺഗ്രസിന് വലിയ വിജയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ സത്യസന്ധമായും കരുതുന്നു CPM ഇപ്പോഴതിന്റെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുകളെ സംബന്ധിച്ചുള്ള സമഗ്രമായ ചർച്ചകൾക്ക് ശേഷം ജനങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നയോളമുള്ള തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയും ഒക്കെ അനുഭവത്തിൽ അൺപ്രീസിഡന്റഡ് ആൻഡ് അൺയൂഷ്വൽ, അതായത് ചരിത്രത്തിൽ അസ്വാഭാവികതയുള്ള, ഉദാഹരണങ്ങൾ അന്യമായ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടിനാണ് 2024 കേരളം സാക്ഷ്യം വഹിച്ചത്. അത് CPMനെ സംബന്ധിച്ച് മാത്രമല്ല എന്നുള്ളതാണ് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഘടകം. എന്തുകൊണ്ടാണ് അൺയൂഷ്വൽ ആൻഡ് അൺപ്രീസിഡന്റഡ് എന്ന് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിലെ അനുഭവത്തെ വിശദീകരിക്കേണ്ടതായി വരുന്നത്? ഇന്നയോളമുള്ള കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി, അങ്ങേക്കറിയാമായിരിക്കും, വർഗീയതയ്ക്ക് ചരിത്രത്തിൽ ആദ്യമായി ഒരു വോട്ടിന്റെ പിന്തുണ കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ വർഗീയതയ്ക്ക് ഒരു വോട്ട് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് അത് തൃശ്ശൂരാവട്ടെ, അത് വട്ടിയൂർക്കാവിലാവട്ടെ, ആറ്റിങ്ങലാവട്ടെ, തിരുവനന്തപുരത്താവട്ടെ, കായംകുളത്താവട്ടെ, ഹരിപ്പാടാവട്ടെ, പാലക്കാടാവട്ടെ, മഞ്ചേശ്വരത്താവട്ടെ, കേരളത്തിൽ വർഗീയതയ്ക്ക് ഒരു വോട്ട് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ എന്റെയോ അങ്ങയുടെയോ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെയോ വീടിരിക്കുന്ന ബൂത്ത് പ്രദേശത്ത് വർഗീയതയ്ക്ക് ഒരു പിന്തുണ, ഒരു കൈ അധികമായി ഉയർന്നു വന്നു എന്നുള്ളത് കേരളത്തിൽ CPMനെ മാത്രമാണോ, കേരളത്തിൽ ഇടതുപക്ഷത്തെ മാത്രമാണോ അലോസരപ്പെടുത്തേണ്ടത് എന്നുള്ളത് കേരളത്തിന്റെ മതനിരപേക്ഷ ചേരി ഗഹന സമ്പൂർണമായി കരുത്തോടുകൂടെ ചർച്ച ചെയ്യേണ്ടതാണ്. CPM പരാജയപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് നേരിട്ട വലിയ തിരിച്ചടി തന്നെയാണ്. ഇതേ സമാനമായ പരാജയം ഞങ്ങൾക്ക് പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പരാജയത്തെക്കാൾ ഉപരി ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നത് വർഗീയതയ്ക്ക് കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഒരു മേൽക്കൈയാണ്, അല്ലെങ്കിൽ അധികമായി ലഭിച്ചിട്ടുള്ള ഒരു വോട്ടാണ്. ആ വർഗീയതയ്ക്ക് ലഭിച്ചിട്ടുള്ള വോട്ടിനെ സംബന്ധിച്ച് അത് CPMന്റെ മാത്രം കൺസേൺ ആവാൻ പാടില്ല. കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക്കിന്റെ മുഴുവൻ കൺസേൺ ആവേണ്ടതുണ്ട്. രാഷ്ട്രീയ കാഴ്ചപ്പാടാകണം എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അത്തരം ആശങ്കകൾ കോൺഗ്രസിനുമുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വയനാട് സമാപിച്ച ക്യാമ്പ് എക്സിക്യൂട്ടീവിലും വിമർശനം ഉയർന്നിരിക്കുന്നത്.